നിദാ ഫാത്തിമയുടെ പിതാവ് മരപ്പണി ചെയ്യുന്നയാളാണ്. ഐഷയുടെ പിതാവ് ഷറഫുദ്ദീൻ ചെറുളിയിൽ തന്നെ ഒരു പലചരക്ക് കട നടത്തുന്നു. നിദാ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ റഫീഖ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നിദാ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ സലീമാണ്. ഈ 4 കുടുംബാംഗങ്ങളും തമ്മിൽ കുട്ടികളാൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇതുകൂടാതെ ഇർഫാനയും നിദയും അടുത്ത ബന്ധുക്കളുമായിരുന്നു. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് നടന്ന കുഞ്ഞുങ്ങൾ, ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ, അവർ മരണത്തിലും ഒരുമിച്ച് യാത്രയാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നോവായി, നാടിൻ്റെ മിടുപ്പായി ഇരുന്ന കുഞ്ഞുങ്ങൾ. നമുക്കൊപ്പം സിനോജ് കൂടി ചേരുന്നു. നിദാ ഫാത്തിമയുടെ വീട്ടിലാണ് ഇപ്പോൾ സിനോജ് ഉള്ളത്. മുബഷിർ പി അക്ബർ ഉള്ളത് റിദാ ഫാത്തിമയുടെ വീട്ടിലാണ്. ദീപക് മലയമ്മയുള്ളത് ഇർഫാന ഷെറിൻ്റെ വീട്ടിലാണ്. അർജുൻ മട്ടന്നൂരുള്ളത് ഐഷയുടെ വീട്ടിലാണ്. സിനോജിലേക്ക് എത്തിയാൽ, സിനോജ്, ഈ നിദാ ഫാത്തിമയും ഇർഫാനയും ബന്ധുക്കൾ കൂടിയാണ് എന്നറിയുന്നു. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് നടന്ന കുഞ്ഞുങ്ങളാണ്. ഇതിൽ നിദാ ഫാത്തിമയുടെയും റിദാ ഫാത്തിമയുടെയും ഒക്കെ കുടയും റൈറ്റിംഗ് ബോർഡും ഇപ്പോൾ അജിനാഷറിൻ്റെ വീട്ടിലുണ്ട്. അത്രമേൽ എന്താ പറയുക, പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു ഈ 4 കുഞ്ഞുങ്ങളും. മരണത്തിലും അവർ ഒന്നിച്ചു മടങ്ങുമ്പോൾ അത് ആ വീടിനും നാടിനും വല്ലാത്ത ഒരു നോവായി മാറുകയല്ലേ സനോജ്? രഘുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു ഗ്രാമത്തിൽ 4 കൂട്ടുകാർ അവരൊരുമിച്ച് സ്കൂൾ വിട്ട് വീട്ടിലോട്ട് മടങ്ങി വരുന്നു. അവർ ഇന്ന് നടന്ന പരീക്ഷയെക്കുറിച്ചും നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ ആരും സംസാരിച്ച് മുന്നോട്ട് നടന്ന് നീങ്ങിയിരുന്നു. അപ്പോഴാണ് ക്ഷണിക്കാത്ത അതിഥിയായി ഒരു ലോറിയുടെ രൂപത്തിൽ മരണം അവരെ കവർന്നെടുത്തത്. രാവിലെ ഒരു 6:20 നിദാ ഫാത്തിമയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. അതിരാവിലെ മുതൽ തന്നെ ബന്ധുക്കാരും നാട്ടുകാരും അയൽവാസികളൊക്കെ തന്നെ നിദാ ഫാത്തിമയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നു. വീടിന് പുറത്ത് പ്രാർത്ഥനകൾ നടക്കുന്നു. കോങ്ങാട് MLA ശാന്തകുമാരി വന്ന് വീട്ടുകാരെയും പിതാവ് സലാമിനെയും സഹോദരനൊക്കെ തന്നെ ആശ്വസിപ്പിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. നിദയുടെ പിതാവ് സലാം വിദേശത്തായിരുന്നു. അടുത്തിടെയാണ് നാട്ടിലേക്ക് മടങ്ങി വന്നത്. രാവിലെ വന്ന സമയത്ത് അയൽവാസികളുമായി സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഇടയ്ക്ക് സലാം പോയി മകളെ വണ്ടിയിൽ വിളിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു പരീക്ഷയായതുകൊണ്ട്. പക്ഷേ ഇന്നലെ നേരത്തെ പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് 5 പേരും ചേർന്ന് നടന്നു വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആണ് അതൊക്കെ ഒരു വിധിയെന്ന് പറയാം. കാരണം ഒരുപക്ഷെ സലാം മകളെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നേരത്തെ പരീക്ഷ കഴിഞ്ഞു, അവരിറങ്ങി 5 പേരും ഒരുമിച്ച് നടന്നു വരികയായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ തന്നെ പറഞ്ഞത്. സഹോദരനുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്. അങ്ങനെ 4 അംഗ കുടുംബമാണ് ഇവിടെ ഉള്ളത്. ആളുകളൊക്കെ തന്നെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നു. മൃതദേഹം എത്തിച്ച സമയത്ത് തന്നെ ആളുകളൊക്കെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഇത് മറ്റൊരു കാര്യം, ഇതേ വീട്ടിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഇർഫാനുടെയും റിദയുടെയും ആയിഷയുടെയും വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഇതൊരു ഗ്രാമമാണ്, ചെറുള്ളി എന്ന് പറയുന്നത്. കരിമ്പ എന്ന ഗ്രാമത്തിലെ ചെറിയൊരു ഗ്രാമമാണ് ചെറിയുള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 വീട്ടുകാരും പരസ്പര ബന്ധമുള്ളവരാണ്, പരസ്പരം അറിയുന്നവരാണ്. ഇവിടെ വരുന്നവർ തന്നെയാണ് ഈ മറ്റ് 3 കുട്ടികളുടെയും വീടുകളിലേക്ക് പോയി അന്തിമോപചാരം അർപ്പിക്കുന്നത്. അയൽവാസികളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒരു 8:30 മണി വരെ മൃതദേഹം ഇവിടെ ഉണ്ടാവും. അതിനുശേഷം പൊതുദർശനത്തിന് വേണ്ടി കരിമ്പനിക്കൽ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ മന്ത്രിമാരായ MP രാജേഷും K കൃഷ്ണൻകുട്ടിയൊക്കെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അയൽവാസികളാണോ? അയൽവാസികളാണ്. ആരൊക്കെ വീട്ടിലുള്ളവർ? 4 പേരാണ്. ഇവർ ഒരു 4 പേരാണ് ഒത്തുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. സ്ഥിരമായിട്ട് നടന്നു പോകുന്നതാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോകുന്ന കുട്ടികളാണ്. സനോജ, ഇതിലേറെ സങ്കടകരമായ കാര്യം, ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീടുകളായിരുന്നു എന്നുള്ളതാണ്. കഷ്ടിച്ച് 300 മീറ്റർ അകലെയാണ് ഈ അപകടം നടന്നതിൻ്റെ അടുത്ത് ഇവരുടെയൊക്കെ വീടുകളിലുള്ളത്. സാധാരണ മറ്റൊരു വഴിയിലൂടെ ഇവർ വീട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ അടുത്തിടെ ഇവർ ഈ ദേശീയപാതയുടെ വഴിയോരം ചേർന്നാണ് ഈ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നൊരു 300 മീറ്റർ കൂടി മാറിയാൽ ഇവരുടെയൊക്കെ വീടുകളായി. വീടുകളിൽ നിന്നും ചെറുള്ളി ഗ്രാമത്തിൽ നിന്നും കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അടുത്തടുത്ത് 1/2 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എത്രമേലടുത്ത സൗഹൃദമായിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. അവർ അവധി ദിവസങ്ങളിൽ പോലും ഒരുമിച്ച് കൂടുന്നവരാണ്. പരസ്പരം വീടുകളിൽ തങ്ങളുടെ വീടെന്ന രീതിയിൽ പെരുമാറുന്നവരാണ്. ഇർഫാനയും നിദയും അടുത്ത ബന്ധുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ കാണാനെത്തുന്നവർക്ക് ഈ 4 വീടുകളിലും സന്ദർശിച്ചു പോകേണ്ടി വരുന്ന അത്ര അടുപ്പം ഈ കുഞ്ഞുങ്ങളുമായി ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമുണ്ട്.
നിത എപ്പോഴും ഹൃദയയുടെ കാര്യവും, ഹൃദയ എപ്പോഴും ഇർഫാനയുടെ കാര്യവും, ഇർഫാന എപ്പോഴും ഐഷയുടെ കാര്യവും, ഐഷ എപ്പോഴും നിതയുടെ കാര്യവും പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്.